യെസ്, അങ്ങനെ വളരെ നിർണായകമായി തന്നെ ചില പ്രഡിക്ഷൻസ് പോൾ ഓഫ് പോൾസ് ഇതാ സജീവമായി തന്നെ തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിപ്പോൾ അതിഥികൾ കൂടി ചേരുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഡോക്ടർ ഗോപകുമാർ ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഒരു അംഗം, സ്വാഭാവികമായിട്ടും അങ്ങേയറ്റം ഗംഭീരമായ പോരാട്ടം നടന്ന തമിഴ്നാട്ടിലെ ഈ ഒരു ചിത്രം റെക്കോർഡ് പോളിംഗ് നടന്ന തമിഴ്നാട്ടിലെ ചിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഏജൻസികൾ, JVC അടക്കം രണ്ട് പ്രധാനപ്പെട്ട ഏജൻസികൾ തമിഴ്നാട്ടിൽ NDA സഖ്യം തിരിച്ചു വരും എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഗോപകുമാർ എങ്ങനെ വിലയിരുത്തും? അങ്ങയുടെ ഒരു ഫൈൻഡിങ്സ് എന്താണ്? പരമ്പരാഗതമായി പ്രാദേശിക പാർട്ടികൾക്ക് വലിയ വേരോട്ടമുള്ളൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. നമുക്കറിയാം 1967 ശേഷം പ്രാദേശിക പാർട്ടികളായ DMKയും ADMKയും മാറി മാറി ഭരിച്ചൊരു ചരിത്ര പശ്ചാത്തലമാണ് ഉള്ളത്. പിൽക്കാലത്ത് ADMKയുടെ വസന്തകാലം അവസാനിക്കുകയും ജയലളിതയുടെ മരണത്തിന് ശേഷം ADMKയ്ക്കകത്ത് പിളർപ്പുണ്ടായതിനു ശേഷം അതിന് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുവെന്നും DMK കരുണാനിധിയിൽ നിന്ന് സ്റ്റാലിനിലേക്ക് ഭരണമാറ്റം കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ശക്തമായ കേഡർ സംവിധാനവും മറ്റും ഉള്ളതുകൊണ്ട് അതിനെ തോൽപ്പിക്കുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമായൊരു സാഹചര്യമായിരുന്നു. മാത്രമല്ല ഇത്തവണ TVK സ്വന്തമായിട്ട് നിൽക്കുന്നതും ഒരുപക്ഷെ ഭരണവിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ DMKയ്ക്ക് ഭരണ തുടർച്ച കുറച്ചുകൂടി അനായാസം നേടിയെടുക്കാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പലപ്പോഴും ലഭിച്ചിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ DMKയുടെ വരവാണ്, തുടർഭരണമാണ് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകർ നമ്മൾ വായിക്കുന്നിടത്തും മനസ്സിലാക്കുന്നിടത്തുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ട്രൈക്കോണയുടെ 3 പ്രധാനപ്പെട്ട ശക്തികളുടെ മത്സരം, DMKയുടെയും ഒരു വശത്ത് TVKയുടെയും, ഇത് രണ്ടുമല്ലാതെ NDAയുടെ തമിഴ്നാട്ടിലെ അലയൻസിൻ്റെ മത്സരം. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ ADMKയുടെയും BJPയുടെയും ഉള്ള അലയൻസ്, NDA അലയൻസ് നേടുകയാണെങ്കിൽ, അത് ഈ എക്സിറ്റ് പോൾ ചരിത്രം വസ്തുതയായിട്ട് വരികയാണെങ്കിൽ അതൊരു ചരിത്രപരമായൊരു മാറ്റമായിരിക്കും അവിടെ കാണാൻ പോകുന്നത്. എനിക്കത് പൂർണ്ണമായിട്ട് മറ്റ് ഏജൻസികളുടെ കണക്കുകളുമായി എങ്ങനെ ഒത്തുപോകുന്നു, നമുക്കത് പോൾ ഓഫ് പോൾസ് എടുത്തു നോക്കാം. വാസ്തവത്തിൽ അവിടെ ഒരു ട്രൈക്കോണേഡ് കണ്ടസ്റ്റിൽ അത്ര എളുപ്പം DMK തോൽപ്പിക്കാൻ പറ്റുന്നതല്ല. അത് പ്രതിരോധിക്കാൻ DMKയ്ക്ക് ഒരുപാട് കാരണങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് TVKയുടെ വോട്ടുകൾ, ഗവൺമെൻറ്റിന് വിരുദ്ധമായ വോട്ടുകളെ കുറച്ചൊക്കെ ചിതറിപ്പിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് ശരിക്കുള്ള റിസൾട്ട് വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ADMK NDA അലയൻസിന് വളരാനുള്ള സാധ്യത തമിഴ്നാട്ടിൽ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് പശ്ചിമ ബംഗാൾ പോലെ മറിച്ച് ഒരു ഭരണം കൊണ്ടുവരാനുള്ള സാഹചര്യത്തിലായോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും ചെറിയ സംശയമുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. കാരണം DMKയുടെ ബേസ് ചോരുന്നില്ല, വളരെ ശക്തമായ അടിത്തറയുണ്ട്. അതേസമയം TVKയുടെ വോട്ടുകൾ, പ്രത്യേകിച്ച് അവർക്കൊരു 16% വോട്ടുകളെങ്കിലും ഉറപ്പായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് DMK അല്ലേ ശോഷിപ്പിക്കുന്നത്, NDA സഖ്യത്തിനെ അല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ADMK NDA സഖ്യം ഒരു ഭൂരിപക്ഷം അവിടെ ഉണ്ടാക്കുമെങ്കിൽ അത് പോൾ ഓഫ് പോൾസ് നമുക്ക് എടുക്കുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. എക്സിറ്റ് പോളുകളുടെ 2 ഏജൻസികൾ ഇങ്ങനെ വന്നു എന്ന് പറയുന്നു. എന്തായാലും രാഷ്ട്രീയത്തിൽ അസാധ്യമായ ഒന്നുമില്ല. അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സർ, ബംഗാളിൻ്റെ ഒരു അവസ്ഥ കൂടി. ബംഗാളിൽ തീർച്ചയായിട്ടും ചരിത്രപരമായൊരു മാറ്റം തന്നെയാണ് കാണാൻ പോകുന്നത്. കാരണം മമതയുടെ തേരോട്ടം ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് അവിടുത്തെ CPMനെ തകർത്തുകൊണ്ട് പിന്നീട് അവിടെ ഒരു ദേശീയ കക്ഷിക്കും വളരാൻ കഴിഞ്ഞില്ല. TMC പശ്ചിമ ബംഗാളിൽ മാത്രം ഒതുങ്ങുന്ന പേരിന് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും അതൊരു ദേശീയ പാർട്ടിയായിട്ട് അംഗീകാരം കിട്ടിയിട്ടില്ല. അപ്പോൾ ദേശീയ പാർട്ടി എന്ന് കണക്കാക്കാൻ പറ്റില്ല. ബംഗാളിൽ ശക്തമായ വേരോട്ടമുള്ളൊരു പാർട്ടി. അവിടെ കോൺഗ്രസ് വളരെ നേരത്തെ തന്നെ നിഷ്പ്രഭമായി. അവിടെയാണ് BJP വളരാൻ ശ്രമിക്കുന്നത്. ഞാൻ ഓർക്കുന്നത് BJPക്ക് അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ശക്തി തെളിയിക്കാൻ കഴിഞ്ഞ 2019 ലോക്സഭാ ഇലക്ഷൻ, അതുപോലെ ആവർത്തിക്കാൻ 2024 കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിനിടയ്ക്ക് നടന്ന അസംബ്ലി ഇലക്ഷനിൽ പ്രതിപക്ഷ പാർട്ടിയായിട്ട് NDAക്ക് വരാൻ കഴിഞ്ഞു. അത് വരാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ ബംഗാളിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്കറിയാമല്ലോ. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നു. അതുപോലെ കുടിയേറ്റക്കാർ, നിയമവിരുദ്ധ കുടിയേറ്റക്കാർ അവിടെ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവരവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നു കയറുന്നു. ആ നിലയ്ക്ക് ന്യൂനപക്ഷ ക്രോഡീകരണം നടത്താൻ മമതാ ബാനർജി ശ്രമിക്കുന്നു. അതെല്ലാം അവരുടെ തുടർ വിജയത്തിന് കാരണമാക്കിയിട്ടുണ്ട്.
പിന്നീട് വരുന്ന സാഹചര്യം ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നിയമവിരുദ്ധ വോട്ടേഴ്സിനെ എല്ലാം പുറത്താക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വന്നതോടുകൂടി ഏതാണ്ട് 79 ലക്ഷത്തോളം നിയമവിരുദ്ധ വോട്ടേഴ്സ് അതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യപ്പെട്ടു. അതിലെല്ലാവരും ജീവിച്ചിരിക്കുന്നവർ പോലും ആയിരിക്കണമെന്നില്ല. അപ്പോൾ കള്ളവോട്ടുകൾ നിർണായകമായി കുറഞ്ഞതാണ് പശ്ചിമ ബംഗാളിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമാക്കിയത്. അതോടൊപ്പം തന്നെ BJPയുടെ പ്രാദേശിക നേതൃത്വം അത് വളരെ ഗംഭീരമായിട്ട് അവിടെ ക്യാമ്പയിൻ ചെയ്യാനും തീർച്ചയായിട്ടും TMCക്കെതിരെ അവർ നയിച്ച അക്രമ രാഷ്ട്രീയത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ വളരെ കഷ്ടപ്പെടുന്നൊരു കാഴ്ച കണ്ടു. പക്ഷേ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം എത്രയോ ദിവസങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്ത് പശ്ചിമ ബംഗാളിൽ ഒരു മാറ്റം വരണം, ഈ രാഷ്ട്രീയത്തിനൊരു മാറ്റം വരണം എന്നുള്ള നിലയിലുള്ള കഠിനമായൊരു പ്രയത്നം അതിന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളുടെ റിസൾട്ടിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ഒരു ആസാമിനേക്കാൾ BJP നേടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പശ്ചിമ ബംഗാൾ ഒരു ചരിത്രപരമായ മാറ്റമായിരിക്കും കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് TMCക്ക് മാത്രമല്ല, മറ്റ് പ്രതിപക്ഷ കക്ഷികൾ അവിടെ രംഗത്തില്ലല്ലോ. ശക്തമായ ഒരു പ്രതിപക്ഷ പാർട്ടിയുമില്ല. CPM ഒക്കെ എത്രയോ 34 കൊല്ലം ഭരിച്ചിട്ട്. ഡോക്ടർ ഗോപകുമാർ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPMന്റെ ഒരു ഒന്നുമില്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇന്ന് 35 വർഷം കൈവെള്ളയിൽ അമ്മാനമാടിയ ഒരു സംസ്ഥാന അശ്വതി ഇന്ന് CPM ജനറൽ സെക്രട്ടറി പറയുന്നത് അക്കൗണ്ട് തുറക്കും ഞങ്ങൾ എന്നാണ്. തമാശയായി കാണാല്ലേ തൽക്കാലം? തീർച്ചയായും തൽക്കാലം തമാശയായിട്ട് കാണാം. എന്തായാലും ആ ഒരു CPMന്റെ ഒരു പ്രത്യേകിച്ച് ഇടതുപക്ഷ ബദൽ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ സെമിനാറുകളും സിമ്പോസിയങ്ങളും ഒക്കെ നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ബംഗാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യം. ഡോക്ടർ ഗോപകുമാർ, പശ്ചിമ ബംഗാൾ മാത്രമല്ല ത്രിപുരയും ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലിരുന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പിൽക്കാലത്ത് ഈ CPM അവിടെ ഭരണവിരുദ്ധ കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല ജനദ്രോഹ കാര്യങ്ങൾ ചെയ്തു, അക്രമം അഴിച്ചുവിട്ടു, വലിയ രീതിയിൽ ഗുണ്ടായിസം വളർത്തി വന്നു. അതോടൊപ്പം തന്നെ നിയമവിരുദ്ധ വോട്ടേഴ്സും അവരുടെ കൂടെ ആയിരുന്നു. ഇത് വാസ്തവത്തിൽ ഒറ്റയാൾ പട്ടാളമായിട്ട് നടന്ന മമതാ ബാനർജി CPMൻ്റെ ശക്തിയെ മുഴുവൻ ശോഷിപ്പിച്ച് അവരുടെ കൈവശത്തേക്ക് എത്തിച്ചു. അങ്ങനെ TMC പഴയ CPMൻ്റെ ശക്തിയിലേക്ക് വന്നു. എല്ലാ അർത്ഥത്തിലും ശാരീരികമായും സംഘടനാപരമായും എല്ലാം CPMലുണ്ടായിരുന്ന അക്രമ രാഷ്ട്രീയമെല്ലാം TMCയിലേക്ക് ആവാഹിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു പകർച്ച TMCയിലേക്ക് വന്നത് പിൽക്കാലത്ത് TMCക്ക് ദോഷം ചെയ്തു. അത് TMC കേന്ദ്രവിരുദ്ധ നിലപാടെടുത്തു എന്നുള്ളത് മാത്രമല്ല, ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ്റിൻ്റെ കൺസെപ്റ്റിനെതിരായി എപ്പോഴും സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾക്ക് ദേശീയ ആശയങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ എടുത്തു. ഈ SIRനെതിരെ വാദിക്കാൻ മുഖ്യമന്ത്രി തന്നെ സുപ്രീം കോടതിയിൽ പോയി വാദിച്ചൊരു ചരിത്രവുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ NDA നേതാക്കന്മാരെയൊക്കെ ആക്രമിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കണ്ട മറ്റൊരു കാഴ്ച ഇലക്ഷൻ്റെ ബാലറ്റ് ബോക്സിനകത്ത്, ഇലക്ട്രോണിക് ബാലറ്റ് ബോക്സിനകത്ത് തന്നെ NDAയുടെ സ്ഥാനാർത്ഥികളുടെ പേരിൽ പ്ലാസ്റ്റർ അവിടെ ടെലിഫോൺ ടേപ്പ് ഒട്ടിച്ചിരിക്കുകയാണ്. അതുവഴി വോട്ട് ചെയ്താൽ വോട്ട് വരാത്ത രീതിയിലാക്കിയിരിക്കും. അപ്പോൾ എന്തൊക്കെ ഗുണ്ടായുസവും അക്രമ രാഷ്ട്രീയവുമാണ് TMCയോട് അഴിച്ചുവിട്ടത്, അതിനൊക്കെ ഒരു തിരിച്ചടിയാണോ ഈ വരുന്നത്? അപ്പോൾ ഇതിനകത്ത് SIRനൊരു നല്ല പങ്കുണ്ട്, ഭരണവിരുദ്ധ വികാരത്തിനും ഒരു വലിയ പങ്കുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഞാൻ പശ്ചിമ ബംഗാളിലൊക്കെ ഉള്ള പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരുമായിട്ടൊക്കെ ചർച്ച ചെയ്തപ്പോൾ അവരെല്ലാം പറഞ്ഞത് വളരെ അപ്രവചനീയമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് പശ്ചിമ ബംഗാളിലുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് വന്നത് SIR ആണ്. അപ്പോൾ SIR നിശ്ചയിക്കും ഇതിൻ്റെ റിസൾട്ട് എന്നാണ് ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിപ്പോൾ മനസ്സിലാക്കുന്ന ഓരോ കാലഘട്ടത്തിലും തിരഞ്ഞെടുപ്പ് റോൾസ് മാറ്റണം എന്നുള്ളതിൻ്റെ ആവശ്യകത എത്ര വലുതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അത് വേണം. അതിന് ഗവൺമെൻറ് മെഷീനറി ശക്തമാക്കണം. അങ്ങനെ എല്ലാ 5 കൊല്ലത്തോറും എവറി ഇലക്ഷനിലും നമുക്കൊരു റിവിഷൻ വരണം. അതിന് ഭരണഘടനമായ എല്ലാ സാധുതയും ഉണ്ടെന്ന് കോടതി വിധികൾ നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ TMCയെ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് NDAയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിരിക്കും, വലിയൊരു മാറ്റമായിരിക്കും അവിടെ കൊണ്ടുവരുന്നത്. ആ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റമായിരിക്കും പശ്ചിമ ബംഗാളിലെ വിധി. ആസാമിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആസാമിന് BJPക്കകത്തുള്ള ശക്തിയാണ്, ഒരു പ്രധാന കേന്ദ്രമാണ്. പ്രത്യേകിച്ച് അവിടെയും നിയമവിരുദ്ധ കുടിയേറ്റക്കാർ പശ്ചിമ ബംഗ്ലാദേശിൽ നിന്നൊക്കെ കയറി വരുന്നത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ആസാമിൽ കഴിഞ്ഞ 2 തവണയായിട്ട് BJP ജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 3ാമതും ജയിക്കുന്നു എന്നാണ് എക്സിറ്റ് പോളുകൾ റിസൾട്ട് കാണിക്കുന്നത്. തീർച്ചയായും നമ്മൾ എടുത്തു പറഞ്ഞാൽ പോൾ ഓഫ് പോൾസ് ഈ നിമിഷം ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നു ബംഗാളിൽ അപ്പൊ അസമിലോ ഭരണ തുടർച്ച, കേരളത്തിലോ തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ നേരിയൊരു
മുന്നേറ്റം UDF-ന്, ഒപ്പം BJP-യുടെ വലിയ മുന്നേറ്റം. അതെ, തീർച്ചയായും. അപ്പം മൂന്നാം രാഷ്ട്രീയ ബദലായുധ പുതുച്ചേരി വിട്ടുപോകരുത്. പുതുച്ചേരിയിൽ എന്താ ശ്യാം തന്നെ പറഞ്ഞോളൂ. പുതുച്ചേരിയിൽ NDA ഭരണ തുടർച്ച തന്നെയാണ് ഇപ്പോൾ വന്ന എല്ലാ ഏജൻസികളും പ്രൊഡിക്ട് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ 2 ഏജൻസികൾ കൃത്യമായി തന്നെ BJP അണ്ണാ DMK സഖ്യത്തിന് ഒരു വലിയ മുന്നേറ്റം പറയുന്നുണ്ട്. മറ്റ് ഏജൻസികൾ സ്റ്റാലിൻ നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും അതെ. ഭരണ തുടർച്ചയുണ്ടാവും. അപ്പൊ നമ്മൾ ആവേശം ഒട്ടും ചോരുന്നില്ല, ഒരു നിമിഷമില്ല.